നായിക സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാരായണിയെയും അനൂപിനെയും കുറിച്ച് വൃന്ദയും ഗിരിയും അങ്ങനെ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃന്ദ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അങ്ങനെ 9ാം ക്ലാസ്സുകാരിക്ക് അങ്ങനെ ഒരു ഡോക്ടറിനെയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അത് പറയുകയാണ്, എന്തൊക്കെയായാലും നാരായണിയുടെ കല്യാണം കഴിഞ്ഞു, ഗിരിയേട്ടൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കരുതെന്നും മനസ്സിൽ വെച്ചൊന്നും നടക്കരുതെന്നൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉപദേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് അവനോട് പറയാൻ പറ്റില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവന് പഠിക്കുന്ന കാലത്ത് പോലും ആരോടും അങ്ങനെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് മനസ്സിൽ കയറി കൂടിയ ഒരു പെണ്ണാണ് നാരായണി. അത്രയധികം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് മനസ്സിൽ കയറിക്കൂടിയ ആ പെണ്ണിനെ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവന് മനസ്സിൽ നിന്ന് പോകുമൊന്നുമില്ല. അതിപ്പോൾ അവനെന്നല്ല, ആർക്കും അങ്ങനെ തന്നെയാണ്. തീരെ തരം താഴ്ന്നൊന്നും അവൻ ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ ഭാര്യമാരെ എങ്ങനെ കാണണമെന്നൊക്കെ അവനറിയാം. എന്ന് വെച്ച് ഒരാളുടെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് അങ്ങനെ അവരെ മനസ്സിൽ നിന്നും കളയാനും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രഞ്ജനും അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൃന്ദ ചോദിക്കുകയാണ്, അപ്പോൾ ഗിരിയേട്ടൻ എങ്ങനെയാ എന്ന് ചോദിക്കുന്നു. ഗിരിയേട്ടന് ആരോടെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ നാരി എന്ന എഴുത്തുകാരിയോടാണെന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എന്നോടില്ലെന്ന് പറയുമ്പോൾ നിന്നോടുണ്ട്, എന്നാലും എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടം നാരി എന്ന എഴുത്തുകാരിയാണ്. ഞാൻ എന്നെ സ്നേഹിച്ചപ്പോൾ നീ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് മാത്രമാണ് എനിക്ക് നിന്നെ ഇഷ്ടമായത്. പക്ഷേ ഞാൻ ആരാധിക്കുന്ന നാരി എന്ന എഴുത്തുകാരി താനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ എൻ്റെ ആ സ്നേഹം ഒരുപാട് ഇരട്ടിയായി. ഒരുപക്ഷെ നാളെ ഞാനല്ല നാരി എന്ന് അറിഞ്ഞാൽ ഗിരിയേട്ടന് എന്നോടുള്ള ഇഷ്ടം പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തൊരു ചോദ്യമാണ്. ഞാൻ നിന്നെ നാരിയാണെന്ന് അറിഞ്ഞിട്ടല്ല സ്നേഹിച്ചത്, എന്നാലും ഞാൻ സ്നേഹിച്ചിരുന്ന എഴുത്തുകാരി നീയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സ്നേഹമായി എന്ന് മാത്രമേ ഉള്ളൂ. വെച്ച് അങ്ങനെ ഒരാൾ എന്നെ പറഞ്ഞ് പറ്റിക്കുകയും നാരി നീയല്ല എന്നൊക്കെ പിന്നീട് അറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ കള്ളം പറഞ്ഞ് കൂട്ടുന്ന ഒരു ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയണം, എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ, എന്നേക്കാളും പ്രാധാന്യം എഴുത്തുകാരിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നമുക്കിനി പോയി കിടക്കാം, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയി രാത്രി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ റൂമിലാണ് അനൂപ് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാതെയാണ് അവർ ആ റൂമിൽ കയറി ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നാരായണിയുടെ റൂമിൽ അനൂപ് വന്നതിനെക്കുറിച്ച് ഞാനൊരു സ്വപ്നം കണ്ടു എന്നും കൂടി വൃന്ദ പറയുന്നുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സ്വപ്നമാണ്, എന്നാലും ഞാനത് കണ്ടു എന്ന് പറഞ്ഞ് അത് അവർ തമ്മിൽ ഷെയർ ചെയ്യുകയാണ്. ആണെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാതെ അവർ കിടക്കുന്ന കട്ടിലിനടിയിൽ തന്നെ കിടപ്പുണ്ട്, അതവരറിയുന്നില്ല. നാരായണി രഞ്ജനെ വിളിക്കുന്നുണ്ട്. രഞ്ജേട്ടാ, അനൂപേട്ടനെ എന്തേ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മോളുടെ റൂമിൽ അനൂപില്ലേ, ഞാൻ വിചാരിച്ചു അനൂപ് നിൻ്റെ റൂമിൽ തന്നെ കയറിയിട്ടുണ്ടാവുമെന്ന്. അനൂപ് ഇറങ്ങി വന്നിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വൃന്ദയും ഗിരിയും സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ വൃന്ദ എഴുന്നേറ്റ് വന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം അനൂപ് തിരിച്ചു കയറിയത്. ഞങ്ങൾ വിചാരിച്ചത് നിൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണെന്ന് പറയുമ്പോൾ നാരായണി പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പിന്നെ അനൂപേട്ടൻ ഏത് റൂമിലാണ്, എങ്ങോട്ടാണ് പോയെന്നാവുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് ഈ രാത്രി സാഹസത്തിനൊന്നും വരണ്ട എന്ന്. മോൾ ടെൻഷൻ അടിക്കാതിരിക്കുന്നു. അപ്പോൾ രഞ്ജനും പറയുകയാണ്. കാണിക്കുന്നത് വൃന്ദ ഉറങ്ങി എന്ന് കണ്ടു കഴിയുമ്പോൾ ഗിരി പതുക്കെ ഇറങ്ങി നാരായണി റൂമിലേക്ക് പോവുകയാണ്. എന്താണ് അനൂപ് നിൻ്റെ റൂമിൽ തന്നെയാണോ, എന്താണ് സംഭവം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാൽ അത് ആ ടൈമിൽ വൃന്ദ ഉറങ്ങിയിട്ടുണ്ടാവില്ല. വൃന്ദ ഉറക്കം നടിച്ചു കിടക്കുന്നതായിരുന്നു. വൃന്ദ ഫോളോ ചെയ്ത് ഗിരിയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നാരായണി ഗിരിയും കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പണി, എന്നെ ഉറക്കി കിടത്തിയിട്ട് അവളുടെ റൂമിലേക്ക് പോയത്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, ഇതിങ്ങനെ ചതിക്കാൻ എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നാരായണി പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കത് അറിയില്ല എന്ന് പറയുമ്പോൾ അതെ, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പറ, എന്നെ ഉറക്കി കിടത്തിയിട്ട് നിൻ്റെ റൂമിൽ ഇപ്പോൾ വരേണ്ട എന്താ ആവശ്യമാണോ ഉള്ളത്, അല്ലെങ്കിലും എപ്പോഴും നിന്നെ പൊക്കി പറയലാണ്, എന്നേക്കാളും വലിയ കലാകാരിയും സാഹിത്യകാരിയൊക്കെ നീയാണ്, നിനക്ക് ഭയങ്കര എഴുത്തിനുള്ള കഴിവുണ്ട്, നിനക്ക് വളരെ ബുദ്ധിപരമായ കാര്യങ്ങളിലും കഴിവുണ്ട്, വളരെ സാമർഥ്യമുള്ളവളാണ്, അങ്ങനെ എപ്പോൾ നോക്കിയാലും നിന്നെ പൊക്കി പറയലാണ്, ഇതിൻ്റെയൊക്കെ കാരണം എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ആകെ ഒച്ചയെടുക്കുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് എന്താ അറിയണ്ടേ, എന്തിനാണ് ഞാൻ ഇവളുടെ റൂമിൽ വന്നതെന്ന് അറിഞ്ഞാൽ പോരെ, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ വൃന്ദയും കൊണ്ട് രഞ്ജൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. രഞ്ജനെ വിളിക്കുന്നു. രഞ്ജ ഇങ്ങോട്ട് കയറി വാന്ന് പറയുന്നു. രഞ്ജ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ സമാധാനമാകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാറില്ല നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആൾ ശരിയല്ലെന്ന്, ഭാര്യയെ കാണാൻ വരണമെങ്കിൽ തന്നെ വന്നാൽ പോരെ, പകല് വരണം, ഇനി ഇവളുടെ കൂടെ ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെന്താ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരില്ലേ, അതിനിങ്ങനെ ആരും അറിയാതെ രാത്രി പതുങ്ങി വരികയാണോ ചെയ്യേണ്ടത്, ഇതാ ഞാൻ പറയുന്നത്, നിങ്ങളാൾ ശരിയല്ല, ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജനോടും ദേഷ്യപ്പെടുകയാണ്. പറഞ്ഞിട്ട് മോൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാത്രിയൊന്നും നോക്കിയില്ല, ഞാൻ വന്നതാണ്, എന്നാൽ കണ്ടു കഴിഞ്ഞെങ്കിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് രഞ്ജനോടൊന്ന് പറഞ്ഞു വിടുകയാണ്. നീ എന്താ കാണാനിരിക്കുന്നത്, എന്ത് കാണാനിരിക്കുകയാണ് നീ, രഞ്ജേട്ടൻ പോയില്ലെങ്കിൽ നിനക്ക് പോയി കിടന്നുകൂടെയെന്നും പറഞ്ഞിട്ട് വൃന്ദ നാരായണിയെ പറഞ്ഞു വിടുകയാണ്.
അപ്പോൾ ഗിരിയാണെങ്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇനി എന്തിനാണ് ഗിരിയേട്ടൻ ഇവിടെ നിൽക്കുന്നത്, ഇനി ഈ രാത്രി വേറെ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, പോയി കിടക്കാൻ നോക്കുക, നാളെ അനുപേട്ടൻ്റെ നിശ്ചയത്തിന് പോകാനുള്ളതല്ലേ, ഉറക്കമുളയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗിരിയേട്ടനെയും ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഗിരി പോകുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ വൃന്ദ പിന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ പോയിരിക്കുന്ന വൃന്ദ ബെഡ്റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഇയാളെ ആലോചിക്കുകയാണ്, എന്തൊക്കെയായാലും ഞാൻ എൻ്റെ ഗിരിയേട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായില്ല. സുന്ദരി വന്നാലും എത്ര കഴിവുള്ളവളും എന്ത് തന്നെയാണെങ്കിലും എന്നെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ മറന്നിട്ട് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്ന ഒരാളൊന്നുമല്ല എൻ്റെ ഗിരിയേട്ടൻ. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഗിരിയേട്ടൻ വരുമ്പോൾ ഒരു സോറി പറയണം എന്നൊക്കെ അങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൃന്ദ. അപ്പോഴേക്കും ഗിരിയാണെങ്കിലും വൃന്ദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗിരി വന്ന് അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഗിരിയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് സോറി പറയുകയാണ്. ഗിരിയേട്ട എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നിയത് പറയാനായിട്ട്, എന്തൊക്കെയാണെങ്കിലും ശരി, സാധ്യതമില്ല, എല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പോൾ എനിക്ക് നിന്നോട് കുറച്ചധികം സ്നേഹിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എങ്ങനെയും കിടത്തി ഉറക്കാൻ നോക്കുകയാണ് ഗിരി. അങ്ങനെ പറയുകയാണ് വൃന്ദയോട്, നാളെ അനൂപിൻ്റെ നിശ്ചയത്തിന് നീയായിരിക്കും VIP, നീ നാരി എന്ന എഴുത്തുകാരിയല്ലേ, അതുകൊണ്ട് തന്നെ നീ നാളെ നിൻ്റെ ഗ്ലാമറിന് ഒട്ടും കുറവ് വരണ്ട, കിടന്നുറങ്ങാൻ നോക്ക്, നിൻ്റെ കഥ പോലെ തന്നെ സുന്ദരമായിരിക്കണം നിൻ്റെ മുഖവും എന്നൊക്കെ പറയുമ്പോഴേക്കും, അപ്പോൾ ഞാൻ സുന്ദരി അല്ലേ എന്ന് ചോദിക്കുകയാണ് വൃന്ദ. അപ്പോൾ അതെ, അത് സംശയമുണ്ടോ, അതിസുന്ദരി തന്നെയാണ്, എന്നാലും ആ സൗന്ദര്യത്തിനൊരു ഭംഗം വരുത്തേണ്ട, നീ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് അവർ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത്.